മാർച്ച് 5-ന് എൻഗേജ്മെന്റ്, ഏപ്രിൽ 4-ന് കല്യാണം. ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ. അത് അവരുടെ അല്ലേ. അമൃതമോളുടെ എൻഗേജ്മെന്റ് അല്ലേ മാർച്ച് 5-ന്. ചേട്ടത്തി എന്തായി പറയുന്നേ? ഇതായിരുന്നോ മാർച്ച് 5-ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ ഏതിനാണെന്നാ മോള് വിചാരിച്ചത്? ദേ, അച്ഛൻ അകത്തിരുന്ന് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അഭി പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഹലോ അമൃത, നമ്മുടെ വീടുകളിൽ എന്താ അഭി നടക്കുന്നത്? ഇതൊക്കെ അഭിയും കൂടി അറിഞ്ഞിട്ടാണോ? താൻ എന്തായി ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ മാർച്ച് 5-ന് എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, മാർച്ച് 5-നല്ലേ സഹകരണ ബാങ്കിലെ മീറ്റിംഗ്. അതിനു മുമ്പ് ഡോക്യുമെന്റ് ശരിയാക്കലല്ലേ ലോൺ കിട്ടൂ. എന്നാ വീട്ടുകാർ അറിഞ്ഞിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല. ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ട് സകലരെ അറിയിച്ചത് താനല്ലേ? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അഭി വീട്ടിൽ അറിയിച്ചു അല്ലേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കില്ലേ? തൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ വീട്ടിലോട്ട് വന്ന് അമ്മയോട് ഡേറ്റ് സഹിതം എല്ലാം പറയായിരുന്നു. അപ്പോ നമ്മൾ രണ്ടുപേർക്കും അബദ്ധം പറ്റി അഭി. അച്ഛനും കൃഷ്ണേട്ടനും കൂടി അവിടെ വന്നത് ലോണിന്റെ കാര്യം പറയാനല്ല. പിന്നെ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചത് എൻ്റെ അഭിയുടെ എൻഗേജ്മെന്റും കല്യാണമാ. മാർച്ച് 5-ന് എൻഗേജ്മെന്റിന്റെ മുഹൂർത്തം കുറിപ്പിച്ചിരിക്കുക. ജോൽസിന്റെ കുറിപ്പുമായിട്ടാ അച്ഛൻ അങ്ങോട്ട് വന്നത്. താൻ എന്തായി പറയുന്നത്? എന്നോട് ചോദിക്കാതെയാണോ എൻഗേജ്മെന്റ് കല്യാണമൊക്കെ നടത്തുന്നത്? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യ. അച്ഛൻ ഇവിടെ വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ചും തുടങ്ങി. അബിയുടെ വീട്ടിൽ ചെന്നൊന്ന് ചോദിച്ചു നോക്ക്. അതെ, ആര് തീരുമാനിച്ചാലും അയാൾ അവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനും അങ്ങനെ തന്നെയാ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് കടപ്പാടുണ്ട് കൃഷ്ണേട്ടനോട്. അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടൊരു കല്യാണം എനിക്കും വേണ്ട. എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചാൽ മതി. ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. കൃഷ്ണ, അമൃതയുടെ കല്യാണം കൂടി കഴിഞ്ഞാ പിന്നെ എല്ലാം കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് സ്വസ്ഥാവണം. ആരാധ്യയുടെയും ആതിരയുടെയും കാര്യം നോക്കാൻ 3 ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടല്ലോ. പിന്നെ എനിക്ക് വിശ്രമിക്കാം. ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന് പകരമാവില്ലല്ലോ. അച്ഛൻ എന്നത് ഏതൊരു പെൺകുട്ടിക്കും ഒരു ധൈര്യമാണ്, ഒരു ഉറപ്പാണ്. എന്റെ മോക്ക് മാത്രം അത് കിട്ടിയില്ല. എന്നാലും ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൾ ഒരു നിമിഷം കൊണ്ട് പിണക്കം മറന്ന് എന്നെ സ്വീകരിച്ചു. പെൺകുട്ടികൾക്ക് അച്ഛനാ സാറേ ദൈവം. മോളെ, പവിത്രനെ വിളിച്ചു കേട്ടോ. വരും. ഇനി മോളെ വേറെ ആരെങ്കിലും വിളിക്കാനുണ്ടോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ശ്യാമളപ്പച്ചി വിളിക്കാൻ മറന്നുപോയോ? മറന്നിട്ടില്ല. അവളോടൊക്കെയാ ഞാൻ ആദ്യം പറഞ്ഞത്.
എന്നാലും പരിഭവമാണ്. പറയാൻ താമസിച്ചു പോയി എന്നുള്ള തോന്നല അവക്ക്. അച്ഛാ, എന്താ മോളെ? ദേ അച്ഛൻ ഓരോരുത്തരെയായി വിളിച്ചോണ്ടിരിക്കുക. ഇനി മോൾക്ക് കൂട്ടുകാരെ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ദേ സെപ്പറേറ്റ് വിളിച്ചേക്കണം. എനിക്കങ്ങനെ ആരോടും പറയാനില്ല. അച്ഛനും തിരക്കൂട്ടി ആരെയും വിളിക്കണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.